സൗഹൃദ ഭാഷണം രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചത് വി കെ പ്രശാന്ത് എം.എൽ.എ. തുച്ഛമായ തുകയ്ക്കാണ് കോർപ്പറേഷൻ കെട്ടിടം വി കെ പ്രശാന്തിന് വാടകയ്ക്ക് നൽകിയത്. വെറും 872 രൂപയാണ് മാസവാടക. വാടക കരാർ സംബന്ധിച്ച രേഖകൾ എം.എൽ.എയുടെ പക്കലില്ല. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, തീർത്തും വ്യക്തിപരമായ ഒരു സൗഹൃദ സംഭാഷണം. വർഷങ്ങളായി ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് എന്നാണ് ആർ ശ്രീലേഖ പറയുന്നത്. നമുക്കറിയാം, ആർ ശ്രീലേഖയുടെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് ആ വേദിയിൽ കയറി നിന്ന് ആ വിവാഹ ചടങ്ങിലുടനീളം പങ്കെടുക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടവരാണ് നമ്മൾ. തീർത്തും സ്വകാര്യ സംഭാഷണത്തിനിടയിൽ പറഞ്ഞ ഒരു കാര്യം, അഭ്യർത്ഥനയുടെ രൂപത്തിൽ പറഞ്ഞ ഒരു കാര്യം, അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നൊരു സമീപനമാണ് ഉണ്ടായത്. എന്താണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന വിവരങ്ങൾ? നീലിമ, എന്തായാലും പക്ഷേ ഒരു സ്വകാര്യ സംഭാഷണത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി വി കെ പ്രശാന്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. പ്രശാന്തിനോട് സംസാരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് കരുതി ഒരു സ്ത്രീ കൂടിയായിട്ടുള്ള ആർ ശ്രീലേഖ വിളിച്ച് വളരെ സൗഹൃദത്തോടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്നാൽ പ്രശാന്ത് അത് ചെയ്തത് ഇത് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വിട്ട് തന്നെ ഒഴിപ്പിക്കാനൊരു ശ്രമം പുതിയ കൗൺസിലർ നടത്തുന്നു. അതിനൊപ്പം തന്നെ തനിക്ക് മേയറായിരുന്നെങ്കിൽ വലിയ ഓഫീസൊക്കെ കിട്ടിയതിനെ തുടങ്ങിയിട്ടുള്ള വ്യാജമായിട്ടുള്ള പരാമർശങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അങ്ങനെ ഒരു വലിയ വിവാദം സൃഷ്ടിച്ചെടുക്കുകയും അതിന് പിന്നാലെ CPM-ന്റെ പ്രധാന നേതാക്കളായിട്ടുള്ള MP രാജേഷും വി ജോയിയെ പോലെയുള്ള ആളുകൾ ശ്രീലേഖയെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളും നടത്തി ഇതിനെ ഒരു വലിയ വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. എന്നാൽ ശ്രീലേഖ കൃത്യമായി ഇപ്പോൾ പ്രശാന്തിനെ വെല്ലുവിളിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ശബ്ദരേഖ ഒന്ന് പുറത്തുവിടൂ, എന്താണ് താൻ വലിയ അധികാരത്തോടെ അല്ലെങ്കിൽ തനിക്കെതിരെ ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ അതിലുണ്ടാകുമല്ലോ, പ്രശാന്തിൻ്റെ ഫോണിൽ അത്തരം റെക്കോർഡ് ഉണ്ടെങ്കിൽ പുറത്തുവിടൂ എന്നുള്ളൊരു വെല്ലുവിളി കൂടി ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീലേഖയുടെ ഇത്തരം പ്രതികരണങ്ങൾ വന്നതിന് ശേഷം പ്രശാന്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് വളരെ ശക്തി കുറഞ്ഞ, പ്രതിരോധം കുറഞ്ഞ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു. ഒരുപക്ഷേ അതിനുശേഷമാണ് എത്ര രൂപയാണ് പ്രശാന്ത് ഈ MLA ഓഫീസിനായി കോർപ്പറേഷന് വാടകയ്ക്ക് നൽകുന്നത് എന്നുള്ളതും പുറത്തു വന്നു. തുച്ഛമായ തുകയ്ക്ക്, വെറും 875 രൂപയ്ക്ക് ഇത്തരമൊരു സംവിധാനം ശാസ്ത്രമംഗലം പോലെ ഒരു ഭാഗത്ത് വാടകയ്ക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് മറുപടി. അതോടൊപ്പമാണ് ആർ ശ്രീലേഖ ഇരിക്കുന്ന റൂമിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരും, അവിടെ കൗൺസിലറുടെ മുറിയെക്കുറിച്ച്. കാരണം നേരത്തെ ഇരുന്ന കൗൺസിലർ ആ മുറി അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് ആ മുറി യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രീലേഖ ഇരിക്കുന്ന മുറിയുടെ ശൗചാലയം എന്നുള്ളത് അതിൽ അവിടുത്തെ മേശയും അലമാരയും ഒക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. കാരണം സ്ഥലമില്ല, അവിടെ വന്നാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് റൂം ഒന്ന് ഒഴിക്കാൻ വേണ്ടി അവിടുത്തെ വാഷ്റൂമിലേക്കാണ് അവിടുത്തെ അലമാരയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സ്ത്രീ കൗൺസിലറാണ്, അവർ ഇരിക്കുന്ന മുറിയിൽ വാഷ്റൂം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സൗകര്യമുണ്ട് എന്നുള്ളത് പ്രശാന്തിന് അറിയാഞ്ഞിട്ടല്ല. അതോടൊപ്പം തന്നെ പ്രശാന്തിൻ്റെ സ്റ്റാഫ് ഇരിക്കുന്ന ഭാഗത്തുകൂടി വേണം, മുറിയിലൂടെ വേണം ഈ ശ്രീലേഖയുടെ മുറിയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ അവിടുത്തെ കൗൺസിലറുടെ മുറിയിലേക്ക് പോകാൻ എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അങ്ങനെ ഒരു സ്ത്രീ കൗൺസിലർ പ്രശാന്തിൻ്റെ മുറിയിലെ അതിഥികളായുള്ള ആളുകളുടെ ഇടയിലൂടെ, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് മറ്റ് MLA കാണാൻ വരുന്ന ആളുകളുടെ ഇടയിലൂടെ വേണം എല്ലാ ദിവസവും കയറിപ്പോകാൻ എന്നുള്ളൊരു വിഷയവും അവിടെ നിലനിൽക്കുന്നു. അങ്ങനെ അതിനൊക്കെ എന്താണ് കുഴപ്പം എന്നുള്ളത് തികച്ചും സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു പരാമർശമാണ് പ്രശാന്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നും പറയാതെ വയ്യ. എങ്കിലും ഈ പ്രശാന്തിന് കഴിയുമെങ്കിൽ അദ്ദേഹം ഈ ശബ്ദ സന്ദേശം പുറത്തുവിടണം എന്നുള്ളതാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. കാരണം ശ്രീലേഖയ്ക്കെതിരെ ഉയർത്തിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അതോടെ പൊളിഞ്ഞു വീഴുമെന്നുള്ള വിമർശനവും വരുന്നു. ഒപ്പം വി ജോയി അടക്കമുള്ളവരുടെ പരാമർശങ്ങൾ, സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയ മേയർ അടക്കമുള്ളവർ കൃത്യമായി പറഞ്ഞൊരു കാര്യത്തിന് തെളിവ് കൂടി സംഭവിച്ചിരിക്കുകയാണ് നീലിമ. അതായത് കോർപ്പറേഷൻ്റെ പല കെട്ടിടങ്ങളും തുച്ഛമായ വാടകയ്ക്ക് പലർക്കും നൽകിയിരിക്കുകയാണ്. അതൊക്കെ കൃത്യമായ വാടകയിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം കഴിഞ്ഞ ദിവസം മീറ്റ് ദ പ്രസിഡന്റ് പുതിയ മേയർ അടക്കമുള്ളവർ സൂചിപ്പിച്ചതാണ്. അപ്പോഴാണ് പ്രശാന്ത് എത്ര രൂപയാണ് ഈ കോർപ്പറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കെട്ടിടത്തിന്, നഗരത്തിലെ ഒരു കണ്ണായ സ്ഥലത്തുള്ള ഒരു കെട്ടിടത്തിലെ ഒരു 2 മുറികൾക്ക് വാടക നൽകുന്നത് എന്നുള്ള തുക കൂടി പുറത്തു വന്നതോടുകൂടി കോർപ്പറേഷനിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരം തുച്ഛമായ തുകയ്ക്ക് CPM-ന്റെ നേതാക്കൾക്ക് വേണ്ടിയും അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയും കോർപ്പറേഷൻ്റെ പല കെട്ടിടങ്ങളും വാടകയ്ക്ക് കൊടുക്കുന്നത് എന്നതുകൂടി വ്യക്തമായിരിക്കുകയാണ്. അങ്ങനെ ആകെ പെട്ടിരിക്കുന്നത് പ്രശാന്താണ്. ഒന്ന്, പ്രശാന്ത് ശ്രീലേഖയ്ക്കെതിരെ പറഞ്ഞ പരാമർശങ്ങൾക്ക് തെളിവ് നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇത്ര കുറഞ്ഞ വാടകയ്ക്ക് പ്രശാന്തിന് ഈ പറയുന്ന രീതിയിൽ ഈ കെട്ടിടം ആര് വാടകയ്ക്ക് കൊടുത്തു, അതിൻ്റെ ചേതോവികാരം എന്തായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിലും വരും ദിവസങ്ങളിൽ ചർച്ചകൾ മുറുകും. നീലിമ. അതെ പ്രജിത്ത്, അങ്ങനെ ശ്രീലേഖയെ പെടുത്താൻ നോക്കി അവസാനം പ്രശാന്ത് തന്നെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്.